ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്രായേലിലേക്ക് നിരന്തരമായി ഹൂത്തികൾ നടത്തുന്ന ആക്രമണത്തെ തടയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആയുധം നൽകുന്ന ഇറാനെ തന്നെ ആക്രമിക്കണം എന്ന് നെതന്യാഹു മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ ദുർബലമായിരിക്കുന്ന ഇസ്രായേൽ ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കരുത് എന്നാണ് അമേരിക്കയുടെ നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കുക എന്നുള്ള ഇസ്രായേലിന്റെ ആഗ്രഹം നടപ്പാവാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറാൻ അവരുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള അമേരിക്കയുടെ അറിവ് ഇസ്രായേലിനെയും അമേരിക്കയും ഒക്കെ വളരെയധികം ഭയപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇറാൻ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാനെ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളതാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ഇസ്രായേലിനെ കാര്യമായി തന്നെ ബാധിക്കും. കാരണം ഒരു വശത്തു നിന്നും ഹൂത്തികളും മറ്റൊരു വശത്തു നിന്നും ഹമാസും അവരെ ഇപ്പോൾ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലെബനോനുമായിട്ടുള്ള വെടിനിർത്തൽ കരാറിന്റെ കാലാവധി കഴിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കാലാവധി കഴിയുന്ന ആ ദിവസം തന്നെ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഭീഷണി പലതവണ ഹിസ്ബുള്ള മുഴക്കിയിട്ടുണ്ട്. അതിന് കാരണം വെടിനിർത്തൽ കരാർ അനുസരിച്ച് 60 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണം എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേൽ സൈന്യം വീണ്ടും ലെബനോനിൽ തന്നെ തുടരും എന്ന് IDF അറിയിച്ചിട്ടുണ്ട്. അവർ പിന്മാറാൻ ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അത്തരമൊരു അവസരത്തിൽ ഇറാനും ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഒരു യുദ്ധമുണ്ടായാൽ അത് ഇസ്രായേലിനെ കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പു തന്നെയാണ്. എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറാൻ ഇപ്പോൾ രഹസ്യമായി വൻ സൈനിക തയ്യാറെടുപ്പുകൾ, സൈനിക അഭ്യാസം നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഇസ്രായേലിനെ ആകെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ ഒരു യുദ്ധത്തിന് തയ്യാറാവുകയാണ്. ഗ്രേറ്റ് പ്രവാചകൻ 19 എന്ന രഹസ്യനാമമാണ് ഇവർ ഈ സൈനിക അഭ്യാസത്തിന് നൽകിയിരിക്കുന്നത്. ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയായ കെർമൻഷായിലാണ് ഈ സൈനികാഭ്യാസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കരസേനയുടെ ഉപകരണങ്ങളും അവയുടെ സപ്ലൈയും അത് എങ്ങനെ വിന്യസിക്കണം എന്നുള്ള ട്രയലാണ് ഇപ്പോൾ ഇറാന്റെ ഈ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ സൈന്യത്തിലെ എലൈറ്റ് യൂണിറ്റിന്റെ പോരാട്ട വീര്യം അളക്കുക എന്നുള്ളതാണ് അവർ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതിനർത്ഥം അവർ യുദ്ധത്തിന് തയ്യാറാവുകയാണ് എന്ന് തന്നെയാണ്. ഈ സൈനിക അഭ്യാസത്തിന് പടിഞ്ഞാറൻ അതിർത്തിയായ കെർമൻഷാ തന്നെ തിരഞ്ഞെടുത്തതിൽ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ശത്രുഭീഷണി വളരെയധികം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണിത്. അതല്ലെങ്കിൽ മറ്റൊരു സൈന്യത്തിനെ ഇറാനിലേക്ക് കടന്നു കയറാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെയാണ് അവർ അവിടെ കാവൽ ഏർപ്പെടുത്തി അവിടെ സൈനികാഭ്യാസം തുടരുന്നത്. ഭൂമിശാസ്ത്രപരമായി ഈ പ്രദേശം ഇറാന് അനുകൂലം തന്നെയാണ്. പുറത്തുനിന്നും പ്രവേശിക്കുന്ന ശത്രുക്കളെ അവർക്ക് നേരിടാൻ ഈ പ്രദേശം വളരെയധികം അനുയോജ്യമാണ്. ഈ സൈനിക പരിശീലനത്തിനിടയിൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ ഹാർഡ്വെയറുകൾ പരീക്ഷിക്കുമെന്നാണ് IRGCയുടെ ഗ്രൗണ്ട് കമാൻഡർ നജാഫ് അഷറഫ് പറയുന്നത്. അതോടൊപ്പം റീജിയണൽ ഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തലവനായ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് നാസർ അസ്മി പറയുന്നത് ഞങ്ങളുടെ മേൽ വളരെയധികം ഭീഷണികളുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഞങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇസ്രായേലിൽ നിന്നും ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഞങ്ങളിൽ നിന്നും ഒരു പ്രത്യാക്രമണം ഇസ്രായേലും പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ഈ സൂചനകളിലൂടെ ഒരു യുദ്ധം അനിവാര്യമായിരിക്കുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതിന് കാരണമായിരിക്കുന്നത് ഹൂത്തികൾ തന്നെയാണ്. ഹൂത്തികളെ നേരിടാൻ അമേരിക്കയും ഇസ്രായേലും നോക്കിയിട്ട് യാതൊരു രക്ഷയും ഉണ്ടാകുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അമേരിക്ക ഹൂത്തികൾക്ക് പണം വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ളത്. അതോടൊപ്പം അമേരിക്കയുടെ തീവ്രവാദ ലിസ്റ്റിൽ നിന്നും ഹൂത്തികളെ ഒഴിവാക്കി കൊടുക്കാം എന്നും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഈ വാഗ്ദാനങ്ങളൊന്നും തന്നെ ഹൂത്തികൾ മുഖവിലക്കെടുത്തില്ല. അവർ തുടർച്ചയായി അടുത്ത ദിവസങ്ങളിലും ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഈ സൈനികാഭ്യാസത്തിൽ അസർബൈജാന്റെ മുതിർന്ന കമാൻഡർമാർ പങ്കെടുത്തിരുന്നു. എന്നാൽ ഇവരുടെ ഈ രഹസ്യ നീക്കങ്ങൾ പുറം ലോകം അറിഞ്ഞത് ഇറാൻ കാര്യമായി എടുത്തിട്ടില്ല. അവരും യുദ്ധത്തിന് തയ്യാറാവുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഇറാനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പലതവണ ഇറാൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. കാരണം ഇറാൻ വലിയൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ രാജ്യത്തെ ഇസ്രായേൽ എന്നോ ചെറു രാജ്യം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇറാന് വ്യക്തമായ ഉറപ്പ് തന്നെയുണ്ട്. എന്നിട്ടും ഇസ്രായേൽ അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ പരാജയത്തിനും കാരണമാകും എന്ന് ഇറാൻ തന്നെ അടിവരയിട്ട് പറയുന്നു. സദ്ദാം ഹുസൈനെ ഇറാഖിൽ വെച്ച് ആക്രമിച്ചതുപോലല്ല ഇറാനെ ആക്രമിച്ചാൽ അമേരിക്ക അനുഭവിക്കാൻ പോകുന്നത് എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഥവാ ഇനി ഇറാനുമായി ഒരു യുദ്ധമുണ്ടായി അമേരിക്കയ്ക്ക് അറേബ്യൻ മണ്ണിൽ വെച്ച്, അതായത് മിഡിൽ ഈസ്റ്റിൽ വെച്ച് ഒരു പരാജയം സംഭവിച്ചാൽ ഇനി ഒരിക്കലും അവർക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്.
അമേരിക്കയും ഇസ്രായേലും ഒക്കെ മിഡിൽ ഈസ്റ്റിൽ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് തന്നെയാണ്. കാരണം ഇറാൻ പക്ഷത്ത് ഇപ്പോൾ റഷ്യയും ചൈനയും കൊറിയയും എല്ലാം നിരന്നിരിക്കുകയാണ്. ഈ വൻശക്തികളെ അമേരിക്ക എന്ന ഒരൊറ്റ രാജ്യത്തിനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. UK-യും ഇസ്രായേലും യൂറോപ്പും എല്ലാം അമേരിക്കയുടെ പിന്നിൽ നിൽക്കുന്ന ശക്തികൾ മാത്രമാണ്. അവർക്കൊന്നും നേരിട്ടുള്ള ഒരു യുദ്ധപരിചയമില്ല. അവർക്ക് എപ്പോഴും അമേരിക്കയുടെ പിന്നിൽ നിന്ന് അമേരിക്കയെ സഹായിച്ചുകൊണ്ട് സാമ്പത്തികമായി സൈനികമായി സഹായിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എന്നാൽ റഷ്യയും ഇറാനുമൊക്കെ വ്യക്തമായ യുദ്ധപരിചയമുള്ളവരാണ്. അവരൊരിക്കലും ഈ മിഡിൽ ഈസ്റ്റിന്റെ മണ്ണിൽ വെച്ച് അമേരിക്കയെ വിജയിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരു പരാജയമായിരിക്കും നേരിടുക എന്നുള്ളത്. ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധി അമേരിക്കയ്ക്കുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ ഇറാനെ ആക്രമിക്കും എന്ന് ഭീഷണി മുഴക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ഒരുപക്ഷെ ഇസ്രായേലിനെ സമാധാനിപ്പിക്കാനാവാം. ഇറാന്റെ ആണവ പദ്ധതികൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആണവ പദ്ധതികളുമായി ഇറാനെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കാലങ്ങളായി അമേരിക്ക ഭീഷണി മുഴക്കുന്നുമുണ്ട്. എന്നാൽ അത് ഒരിക്കൽ പോലും ഇറാൻ വകവെച്ച് കാണുന്നുമില്ല. അവർ അവരുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. ജനുവരി 20-ാം തീയതി ട്രംപ് അധികാരത്തിൽ ഏൽക്കുമ്പോൾ അമേരിക്ക എന്തോ വന്ന് ചെയ്ത് കളയുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് ലോകത്തുണ്ട്. ട്രംപ് ഇതിനൊന്നും തയ്യാറാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പ് തന്നെയാണ്. ട്രംപിന് മിഡിൽ ഈസ്റ്റിന്റെ പൾസ് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ട്രംപ് ഒരു യുദ്ധത്തിന് തയ്യാറാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേൽ ഇപ്പോൾ വളരെയധികം ദുർബലമാണ്. അതവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നെതന്യാഹു മനസ്സിലാക്കുന്നില്ല. ഇസ്രായേലിനെതിരെ ലോകമെന്ന് പ്രതിഷേധം വളരുകയാണ്. എന്നിട്ടും അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനോ ഗസയെ സ്വതന്ത്രമാക്കാനോ അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ അതിമോഹം, അത്യാഗ്രഹം, അതിലൂടെ തന്നെ അവർ ഗസയെ പിടിച്ചടക്കണം എന്നുള്ള വാശിയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. അത് അവർക്ക് ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമാണെന്ന് ഇസ്രായേലികൾ പോലും വിശ്വസിക്കുന്നു. എന്നിട്ടും നെതന്യാഹു അതിൽ വിശ്വസിക്കുന്നില്ല. അയാൾ പലസ്തീനും സിറിയയും ലെബനോനും എല്ലാം ഉൾപ്പെടുന്ന വിശാലമായ ഒരു ഇസ്രായേലിനെ കുറിച്ച് സ്വപ്നം കാണുന്നു. അത് ഒരിക്കലും സാധ്യമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.